ഹലോ, വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ സിമ്പിൾ പെൻഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ പെൻഡലത്തിൻ്റെ തിയറിയും ടോർക്കിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എത്തിച്ചേർന്നു. അതേ പ്രൊസീജിയർ തന്നെയാണ് കോമ്പൗണ്ട് പെൻഡലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തതാണ് സിമ്പിൾ പെൻഡലത്തിൻ്റെ കേസ്. ജസ്റ്റ് നമുക്ക് അതിൽ നിന്ന് തുടങ്ങി കോമ്പൗണ്ട് പെൻഡലത്തിൽ എത്തിച്ചേരണം. അപ്പോൾ ആദ്യം സിമ്പിൾ പെൻഡുലം ഒന്ന് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് കോമ്പൗണ്ട് പെൻഡലത്തോട്ട് പോകാം. അപ്പോൾ ഹെഡിങ് എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിൽ ഒന്നാമത്തത് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്തായിരുന്നു? ഒരു റിജിഡ് സപ്പോർട്ട് അതിലൊരു നൂല് ഹാങ് ചെയ്തിരിക്കുന്നു, സ്ട്രിങ്. ഒരു സ്പെറിക്കൽ ബോബ് കണക്ട് ചെയ്തിരിക്കുന്നു, സ്പെറിക്കൽ ബോബ്. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ പെൻഡലത്തിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ബോബിന്റെ മാസ് എം. ബോബ് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത് സസ്പെൻഷൻ. ഇപ്പോൾ ഈ പോയിന്റ് നമുക്ക് സസ്പെൻഷൻ എന്ന് വിളിക്കാം. സസ്പെൻഷൻ നമുക്ക് പോയിന്റ് കൊടുക്കാം. ദിസ് ഈസ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ എക്സ് ആൻഡ് ദിസ് ഈസ് center of gravity G. So S is point of suspension, and G is center of gravity. Center of gravity of the bob. Length of the pendulum എന്ന് പറയുന്നത് length of the pendulum എന്ന് പറയുന്നത് distance between point of suspension and center of gravity. Between point of suspension and G, center of gravity. ഇവിടെ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഫിഗറിൽ ലെങ്ത് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദി പെൻഡുലം എല്ലായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോബിനെ നമ്മളൊന്ന് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഒരു ഇലോങ്ങേറ്റഡ് പൊസിഷൻ നമ്മൾ എടുക്കുന്നു. an angle theta. ഞാനിത് വീണ്ടും പറയുന്നത് കോമ്പൗണ്ട് പെൻഡലത്തിൻ്റെ പ്രൊസീജിയറും ഏകദേശം ഇതുപോലെ തന്നെയാണ്. കോമ്പൗണ്ട് പെൻഡലം നമ്മൾ ആക്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു
ഓക്കെ. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ, ആംഗിൾ തീറ്റ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത പ്രൊസീജിയർ എന്തായിരുന്നു? ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോബ് നമ്മൾ കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് ആണ്. W = mg ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. സോ വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. So W = mg acting downwards. ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് പുറകോട്ട് വരച്ചത്, നിങ്ങളത് ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടി വരച്ചതാണ്. സോ ടോർക്ക് ആക്ടിങ് ഓൺ ദി ബോബ് ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ടോർക്ക് ആക്ടിങ് ഓൺ ദി ബോബ് ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ torque torque acting on the bob by the gravitational force. Torque is equal to, നേരത്തെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു, ടോർക്കിന്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എബൌട്ട് ദി പോയിന്റ് ഓഫ് സസ്പെൻഷൻ വേണം നമുക്ക്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെയിറ്റ് ആണല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പുറകോട്ട് വരച്ചത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ്. പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ ഫോഴ്സ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് it is equivalent to this distance. Okay, the length is equal to this much. So ഈ വാല്യൂ എത്രയായിരിക്കും? നമ്മൾ ഇത് എസ് മുതൽ ജി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ആണ്. ഇത് ആംഗിൾ തീറ്റയാണ്. തീറ്റ ഇസ് ആംഗിൾ. സോ നമുക്ക് റെസൊല്യൂഷൻ L എന്ന് പറയുന്ന വെക്ടർ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, രണ്ട് കമ്പോണന്റുകളാക്കാം. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന പോർഷൻസ് അതിന്റെ കോസ് കമ്പോണന്റും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കമ്പോണന്റ് സൈൻ കമ്പോണന്റും ആയിരിക്കും. സോ ഇത് L ആണെങ്കിൽ എല്ലിന്റെ ഈ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന പോർഷൻ L കോസ് തീറ്റയും, ഇവിടുന്ന് ഇവിടം വരെ L കോസ് തീറ്റയും, ഇവിടുന്ന് ഇവിടം വരെ എന്താണ് L സൈൻ തീറ്റയാണ്. സോ ദിസ് വൺ ഈസ് L സൈൻ തീറ്റ. L സൈൻ തീറ്റ. ഓക്കെ. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻറ്റു, സോ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്ന് ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് L സൈൻ തീറ്റ. നമ്മൾ മെഷർ ചെയ്യുന്നത് ഫോഴ്സിൽ നിന്ന് സസ്പെൻഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ അത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ L സൈൻ തീറ്റ. ഇത്രയും മതി. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് mg L സൈൻ തീറ്റ. നമ്മളൊരു ചെറിയൊരു അസംഷൻ പറയും, സിൻസ് തീറ്റ ഈസ് വെരി സ്മോൾ അല്ലേ. അടുത്ത പേജ് എടുക്കാം.
torque is equal to minus mgl sin theta നമുക്ക് theta ആക്കി അപ്രോക്സിമേറ്റ് ചെയ്യാം. since theta is very small, so that sin theta is approximated to theta. ഇതാണ് ടോർക്ക്, ഗ്രാവിറ്റേഷണൽ ടോർക്കിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ടോർക്കിന്റെ ജനറൽ ഇക്വേഷൻ ഫോർ ടോർക്ക്, അത് മതി. ജനറൽ ഇക്വേഷൻ ഫോർ ടോർക്ക്, ടോ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, I ഇൻറ്റു ആൽഫ എന്നാണ്. I is the moment of inertia of the bob. I എന്താണ് സ്പെസിഫൈ ചെയ്യണം, moment of inertia mi of the bob. moment of inertia പറയുമ്പോൾ നമുക്ക് ഏത് എല്ലായ്പ്പോഴും ആക്സിസിനെയും കൂടെ റെഫറൻസ് വരണം അല്ലേ. moment of inertia of the bob rotating about an axis, rotating about an axis. നമ്മുടെ റെഫറൻസ് ഏതാണ്, പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ്, പാസിംഗ് ത്രൂ ദി പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഒരു suspension. Okay. And alpha is the angular acceleration. Alpha എന്ന് പറയുന്നത് angular acceleration. അപ്പോൾ ജനറൽ ഇക്വേഷൻ ഇപ്പോൾ ഒരു പോയിന്റ് ഓബ്ജക്റ്റ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് ആണെങ്കിൽ ഒരു ആക്സിസ്, ഇതൊരു റേഡിയസ് വെക്ടർ, പോയിന്റ് ഓബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, എം മാസുള്ള ഒരു ഓബ്ജക്റ്റ്, ഡിസ്റ്റൻസ് r ആണെങ്കിൽ പോയിന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ mr² ആണ് ഇക്വേഷൻ അല്ലേ, റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇവിടെ എം മാസുള്ള ഒരു ബോബ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദി ആക്സിസ് എസ്. ഓക്കെ, ആ റേഡിയസ് വെക്ടർ എന്ന് പറഞ്ഞാൽ L ആണ്. സോ I is ml², mr² എന്ന് പകരം നമുക്ക് ml² കൊടുക്കാം. ആൻഡ് ആൽഫ ഈസ് second derivative of angular displacement d square theta by dt square. This is the general equation for torque of the wheel. So നമുക്ക് equation 1 കിട്ടി. ഏതായിരുന്നു equation 1 എന്ന് പറഞ്ഞ ഇതായിരുന്നു, tau is equal to minus mgl into theta. This is equation number 1. And tau is equal to ml² into d square theta by dt square. ഈ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണ്. ഫസ്റ്റ് രണ്ടും ടോയുടെ ഇക്വേഷൻ ആണ്, നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു എം ക്യാൻസൽ ആയി പോവും, ഒരു എല്ലും ക്യാൻസൽ ആയി പോവും. നമുക്കപ്പോൾ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയറിന് നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഫിഗറിന് അടുത്ത സ്ലൈഡിലും കൊണ്ടുപോകാം. ഓക്കെ, നെക്സ്റ്റ് വേണ്ട. therefore d square theta by dt square അല്ലേ, dt square is equal to മൈനസ് എന്തുണ്ട് നോക്കാമല്ലോ, എം ക്യാൻസൽ ആയി പോയി, ജി എൽ തീറ്റ അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എൽ പോകുന്നുണ്ട് അങ്ങോട്ട് അല്ലേ, ജി തീറ്റ, ജി ബൈ എൽ എന്ന് വരും അല്ലേ, മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ മൈനസ് ജി ബൈ എൽ ഇൻറ്റു തീറ്റ. അപ്പോൾ ഇതാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കി.
d square x by dx dt square is equal to minus omega square x ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം തീറ്റ ആംഗുലാർ ആക്സൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എക്സിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഒമേഗ സ്ക്വയറിന് പകരം മൈനസ് ജി ബൈ എൽ ആണ്. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ജി ബൈ എൽ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ. ഒമേഗ എന്ന് പറഞ്ഞാൽ റൂട്ട് ജി ബൈ എൽ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ടു പൈ ബൈ ടി എന്ന് എഴുതാം. ടു പൈ ബൈ ടി ഈക്വൽ ടു ജി ബൈ എൽ ആണ്. അതിൽ നിന്ന് നമുക്ക് പീരീഡിന്റെ ഇക്വേഷനും ആ പീരീഡിന്റെ ഇക്വേഷനിൽ നിന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ ഇക്വേഷനൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാം. നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ പെൻഡലത്തിന്റെ പ്രൊസീജിയർ. നമ്മൾ ഇതേ പ്രൊസീജിയർ നമ്മൾ എവിടെ അഡോപ്റ്റ് ചെയ്യണം? കോമ്പൗണ്ട് പെൻഡലത്തോട്ട് വരണം. സോ മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് എക്സാമ്പിൾ, കോമ്പൗണ്ട് പെൻഡുലം. കോമ്പൗണ്ട് പെൻഡുലം. കോമ്പൗണ്ട് പെൻഡുലം. അപ്പോൾ എന്താണ് കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറഞ്ഞാൽ? എനി റിജിഡ് ബോഡി, എനി റിജിഡ് RIGID rigid body capable any rigid body capable of rotating about an axis. About and axis passing through it. ഇതാണ് കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുന്നത്. എനി റിജിഡ് ബോഡി കേപ്പബിൾ ഓഫ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് എ കോമ്പൗണ്ട് പെൻഡുലം. അപ്പോൾ നമ്മുടെ നാച്ചുറലിലുള്ള എല്ലാ പെൻഡുലങ്ങളും കോമ്പൗണ്ട് പെൻഡുലങ്ങളാണ്. സിമ്പിൾ പെൻഡുലം ഒരു ഐഡിയൽ കൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിന് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു റിജിഡ് ബോഡി നമുക്ക് വരയ്ക്കണം. സോ റിജിഡ് ബോഡി അപ്പോൾ റിജിഡ് ബോഡി ഞാൻ ഇങ്ങനെ ഒരു ബോഡി വരയ്ക്കാൻ കാരണം മുകൾ ഭാഗത്ത് മാസ് കോൺസെൻട്രേഷൻ കുറവും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏകദേശം ഇവിടെ വരത്തക്ക രീതിയിലാണ് ഇങ്ങനെ ഒരു ബോഡി ഞാൻ വരച്ചത്. അപ്പോൾ ഇതിന് ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ വേണം. പോയിന്റ് ഓഫ് സസ്പെൻഷൻ okay, so this is the point of suspension, point of suspension. So about this point this body is rotating to and from. Okay, so നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി അടയാളപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് ഒരു ആക്സിസ് നമ്മൾ വരയ്ക്കാം, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ആ ആക്സിസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഞാൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ ഇവിടെ ഈ പോയിന്റ് എടുത്തു. ദിസ് പോയിന്റ് ഈസ് center of gravity G. Okay, appo S point of suspension and G S here point of suspension, point of suspension and and G center of gravity. Center of gravity of the rigid body. Okay, so what is the length of the pendulum? Length of the compound pendulum. Length of the compound pendulum. Length of the compound pendulum എന്തായിരിക്കും?
the distance between point of suspension and center of gravity. And ഞാൻ h എന്നാണ് എടുത്തത്, small letter h. Length of the compound pendulum is taken as h. Okay. അപ്പൊ എന്തുകൊണ്ട് L എന്ന് എടുത്തില്ല എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. So it is h is the length of the compound pendulum. So consider a rigid body. The total mass of the body is mass of the mass of the body, mass of the rigid body capital M. Mass of the rigid body is capital M, and capital G is center of gravity of the rigid body, and S is the point of suspension. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓസിലേഷന് വിടാം. ഒരു തീറ്റ ആംഗിളിൽ ഒന്ന് ഓസിലേറ്റ് ചെയ്യിക്കാം. സോ അതിന്റെ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കണം. Okay, so it will be dotted lines വരയ്ക്കാം. ഒരുപോലെ ഇരിക്കണം എന്ന നിർബന്ധം ഉണ്ട്. Okay, ഒരു slightly displaced position. So this dotted lines represents the displaced position of the rigid body. ഈ same rigid body display ചെയ്തിരിക്കുന്നു. Okay. So അങ്ങനെ അത് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മാറുന്നില്ല, സെന്റർ ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വരയ്ക്കണം. So new center of gravity will be here, straight line. Color കൊടുക്കാം അല്ലേ, യെല്ലോ കളർ കൊടുക്കാം. New center of gravity will be this will be the line, and center of gravity will be located here. So new center of gravity, new center of gravity അല്ല, ഓൾഡ് പൊസിഷൻ തന്നെയാണ്, ഒന്ന് ടിൽറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടേക്ക് മാറി. ആൻഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഓക്കെ, സോ നമുക്ക് നേരത്തെ സിമ്പിൾ പെൻഡലത്തിൽ ചെയ്തതുപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട്. ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് acting on the rigid body. That is F is equal to capital M into G, acting downwards. Okay, acting downwards. നമുക്കാണെങ്കിൽ ഫിഗറിനടുത്ത്
Okay. The gravitational force is equal to mg. So direction of mg. This is the direction of gravitational force. Weight mg acting downwards. The torque due to gravitational force, torque due to gravitational force about എപ്പോഴും ടോർക്ക് പറയുമ്പോൾ ഏതാണോ റെഫറൻസ് അത് പറഞ്ഞിരിക്കണം. ടോർക്ക് ആയാലും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയാലും അബൌട്ട് ദി പോയിന്റ് ഓഫ് സസ്പെൻഷൻ. That is tau is equal to force into, that is mg into എന്ത് വരും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലോട്ട് പോയാൽ അതെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പം അതിൻ്റെ ഏത് കമ്പോണന്റ്, സൈൻ കമ്പോണന്റ് വിത്ത് നെഗറ്റീവ് സൈൻ മൈനസ് h സൈൻ തീറ്റ അല്ലേ. ഓക്കെ, ഇൻ ബ്ലാക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് mg h സൈൻ തീറ്റ. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് മൈനസ് mg h തീറ്റ എന്ന് എഴുതുന്നു. കാരണം സിൻസ് തീറ്റ ഈസ് സ്മോൾ, sin theta is approximately equal to theta. Okay, that is equation number 1. So general equation for torque. So general equation for torque is general equation of torque is tau is equal to I alpha. ഇവിടെ I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I is the moment of inertia. I is the moment of inertia of the rigid body rotating about an axis passing through the point of suspension. പ്രധാന മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഗറിലെ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിലൂടെ കടന്നു പോകുന്ന ആക്സിസ്, ഈ ആക്സിസിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് I. Moment of inertia of the rigid body rotating about an axis passing through the point of suspension. നമ്മൾ സിമ്പിൾ പെൻഡലത്തിന്റെ കേസിൽ അത് ml² നമ്മൾ എടുത്തു. കാരണം നമ്മൾ ആ ബോബിനെ നമ്മൾ പോയിന്റ് മാസായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് m×l² എന്ന് എടുക്കാൻ കാരണം. ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം ഒരു റിജിഡ് ബോഡിയാണ്, മാസിന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സോ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും, ഈ രണ്ട് തിയറങ്ങൾ നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചതാണ്. അതിൽ പാരലൽ ആക്സിസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യണം ബൈ, അതെങ്ങനെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ, നമുക്ക് ആ ഫിഗർ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കാം.
സോ ദിസ് ഇസ് എ ഫിഗർ. നമുക്കൊരു ഇതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ നമുക്കൊരു ആക്സിസിനെ കടത്തിവിടാം. An axis passing through the center of gravity. So പോയിന്റ് ഓഫ് സസ്പെൻഷനിലൂടെ പോകുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുക, വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്ത് ഈ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ദാറ്റ് ഈസ് IG, നമുക്ക് അങ്ങനെ എഴുതാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റിജിഡ് ബോഡി, moment of inertia of the rigid body rotating about an axis passing through the center of gravity, CG എന്ന് എഴുതുകയാണ് ഞാൻ IG എന്ന് എടുത്തു. Let IG be the moment of inertia of the rigid body rotating about an axis passing through the center of gravity. ഇനി അതിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പോകുന്ന ആക്സിസിനെ ബേസ് ചെയ്ത് ബോഡി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ മൗണ്ട് ഓഫ് ഇനേർഷ്യ നമുക്ക് ഇങ്ങനെ എഴുതാം, വില്യം കേസ് എന്ന് എഴുതാം അല്ലേ. വേർ കേസ് ദി, നിങ്ങൾ മൗണ്ട് ഓഫ് ഇനേർഷ്യ ഇപ്പൊ പഠിക്കുകയാണ്, അതുകൊണ്ട് അറിയാം. കേസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ, RG എന്ന് എഴുതിയേക്കുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അല്ലേ? അതിന് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്താലോ? ബൈ യൂസിങ് പാരലൽ ആക്സിസ് തിയറം. എന്താണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്? നമുക്ക് ഒരു ആക്സിസിന് റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണമെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നിങ്ങൾ വേറൊരു പാരലൽ ആക്സിസ് കൺസിഡർ ചെയ്യുക. അതായത് നിങ്ങൾ ഏത് റെഫറൻസ് ആക്സിസിലാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് പാരലായിട്ട് ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുക. ആ ആക്സിസിനായി ബേസ് ചെയ്ത് ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ബോഡിയുടെ മാസ് ഇൻറ്റു ആക്സിസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണോ അതിന്റെ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് I is equal to ICM plus MA square. ഇതാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് അല്ലേ. പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പ്രകാരം നമുക്ക് I is equal to ഇങ്ങനെ എഴുതാം. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പോകുന്നതിന് IG എന്ന് എടുത്തു, പ്ലസ് ടോട്ടൽ മാസ് M ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? ആക്സിസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? H ആണ്. So H square, that is equal to M K square plus M H square, that is equal to M into K square plus H square. So moment of inertia ആയി. Then നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ടോർക്ക് ഈസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I ഇൻറ്റു ആൽഫ എന്നാണ്. I നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. M ഇൻറ്റു K സ്ക്വയർ പ്ലസ് H സ്ക്വയർ ഇൻറ്റു D സ്ക്വയർ, ആൽഫ പകരം D സ്ക്വയർ തീറ്റ ബൈ DT സ്ക്വയർ. ദാറ്റ്സ് ഇക്വേഷൻ ഫോർ ടോർക്ക് അല്ലേ. സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ടോ ഈസ് ഈക്വൽ ടു മൈനസ് MGH തീറ്റ അല്ലേ. സോ നമുക്ക് ആ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം.
Okay, so equating 1 and 2 m into k square plus h square into d square theta by dt square is equal to minus mgh theta. So m cancel ആയി പോവും, g cancel ആവുന്നില്ല, h cancel ആവുന്നില്ല, വേറെ ഒന്നും cancel ആവുന്നില്ല. So d square theta by dt square is equal to minus gh divided by k square plus h square into theta. Okay. ഇതാണ് ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. The differential equation of a compound pendulum. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പോകാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു അസൈൻമെന്റ് പോലെ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് തരാം. ആ അസൈൻമെന്റിൽ നിങ്ങൾ ഈ നോട്ട് കംപ്ലീറ്റ് എഴുതി പഠിച്ച ശേഷം അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു. ഓക്കെ.